ഗൈസ് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? കാണുമ്പോൾ ഞാൻ വൈകിട്ട് ഏതോ ട്രാഫിക് ബ്ലോക്ക് പെട്ട പോലില്ലേ? എന്നിട്ട് അതൊന്നും അല്ല സംഭവം. ഞാൻ റീലേ കണ്ടിട്ട് ഫേമസ് സ്ഥലത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇജ്ജാതി പണിയിട്ടൊന്നും ഒരിക്കലും വിചാരിച്ചില്ല. ഇത് വേറെ എവിടെയല്ല ഗൈസ്, ബാംഗ്ലൂരിൽ നിന്ന് 100 കിലോമീറ്റർ മാറി നമ്മുടെ ഫേമസ് നന്ദി ഹിൽസിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബ്ലോക്കൊക്കെ മാറി നമ്മളോട് പോയി തുടങ്ങി വേണ്ടി ശ്രദ്ധിച്ചത് മൊത്തം മഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു മഞ്ഞ് കുറച്ച് പേര് കാണും, മേളിലെത്തുമ്പോഴത്തേക്കും മഞ്ഞൊക്കെ പോകുമെന്ന് വിചാരിച്ചു. കാരണം നമ്മളിവിടെ പോകുന്നതിനെ മറ്റേ ക്ലൗഡ് ബെഡ് കാണാനാണല്ലോ. ഞാൻ കണ്ട റീൽസിലേക്ക് തന്നെ മേളിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ക്ലൗഡ് ബെഡ് ഇങ്ങനെ താഴെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതും പ്രതീക്ഷിച്ച് പോയി വണ്ടി പാർക്ക് ചെയ്ത് നടന്നു തുടങ്ങി മേളിലെത്തിയിട്ട് ഫുള്ള് മഞ്ഞ് തന്നെ. മഞ്ഞും കാറ്റും ഒരു രക്ഷയില്ല, അന്യായ മഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ അടുത്തേക്ക് പോലും കാണാൻ വയ്യ. അതിന്റെ കൂടെ ഒടുക്കത്തെ കാറ്റിന്റെ ശക്തി ഉണ്ടോ? ജസ്റ്റ് ഒരു സെക്കൻഡ് കണ്ടു നോക്കെ. ഇപ്പൊ കാറ്റിന്റെ ശക്തി ഉദ്ദേശം മനസ്സിലായില്ലേ? ഇനി അവിടുത്തെ തിരക്ക് ഞാൻ കാണിച്ചു തരാം. എന്റെ പൊന്നോ, ബാംഗ്ലൂരിലുള്ള മൊത്തം മനുഷ്യൻ ഞായറാഴ്ച അവിടെ തോന്നുന്നു. തിരക്കെന്നൊക്കെ പറയാൻ തറയുന്നത് കാണാനിട്ട് ആൾക്കാർ സൺറൈസ് കാണാൻ വേണ്ടി അവിടെയൊക്കെ വലിയൊരു പോലീസ് അടിച്ചു ഓടിക്കുന്നത് എന്തൊക്കെയാ നടക്കുന്നത്. അങ്ങനെ സണ്ണിനെ നോക്കി സണ്ണ് വരത്തിൽ ഉറപ്പായതിനു ശേഷം നമ്മൾ ചുമ്മാ അങ്ങോട്ട് കറങ്ങി. അതിന് വേണ്ടി കുറച്ച് ഇങ്ങനെ പാർക്ക് സാധനങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ഇങ്ങനെ നടന്ന് കാണാൻ പറ്റുന്ന കുറച്ച് ഗാർഡനും പൂക്കളും ചെടികളും അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൂടാതെ പണ്ടത്തെ രാജാവിന്റെ റെസ്റ്റിംഗ് പ്ലേസ് ഒക്കെ ആയിരുന്നതുകൊണ്ട് കുറച്ച് ബിൽഡിങ്ങുകളുടെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ നമുക്ക് കയറി കാണാനായിട്ട് കുറച്ച് വ്യൂ പോയിന്റ് കൊടുത്ത സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ കുറെ നേരം നിന്നായിട്ട് സൺറൈസ് എന്തെങ്കിലും കാണാൻ പറ്റുന്ന ഉറപ്പായി. കാരണം സണ്ണ് മേളിലെത്തി. അവിടെ നമ്മൾ തിരിച്ചു വരുമ്പോൾ കുറച്ച് അടിപൊളി സൂപ്പർ ബൈക്കുകൾ, സുസുക്കി ഹയാബുസ, ഡുഗാട്ടി, പനികേൽ, അങ്ങനെ കുറച്ച് ബൈക്കുകളെ കണ്ടിട്ട് അവിടെ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് താഴെത്തിപ്പോഴാണ് ശരിക്കും കണ്ടത്. സത്യം പറയുന്ന നന്ദി ഹിൽസിന്റെ മേൽഭാഗം മൊത്തം ഒരു മേഘം കൊണ്ട് മൂടിയിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒന്നും കാണാൻ പറ്റാൻ മേളിൽ നിന്നപ്പോൾ. പക്ഷേ സ്ഥലം കൊള്ളാം. നിങ്ങൾ പോവാണെങ്കിൽ ഞായറാഴ്ച പോകാതിരിക്കാൻ നോക്കുക. അതാവുമ്പോൾ കുറച്ച് തിരക്കെങ്കിലും ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.